സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ടീകോമിൻ്റെ കരാറിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കരാർ കൂടിയുണ്ട്. അത് പാട്ടക്കരാറാണ്. 99 വർഷത്തേക്കുള്ള പാട്ടക്കരാറിൽ 104 കോടി രൂപയുടെ കരാറ് നേരത്തെ തന്നെ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ മുഴുവൻ ടീകോം ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ പാട്ടക്കരാറിലെ രേഖകൾ പരിശോധിച്ചാൽ ടീകോം പരിപൂർണമായും ഈ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വ്യവസായ മന്ത്രി പറഞ്ഞത് 100 കണക്കിന് ആളുകൾ ഭൂമിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ്. എനിക്ക് വ്യവസായ മന്ത്രിയോട് പറയാനുള്ളത്, പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റായി ഈ 206 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ് കഴിയും. കാക്കനാട് വില്ലേജ് രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ പത്രലേഖകർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ രേഖ അനുസരിച്ച്, ഈ രജിസ്ട്രേഷൻ അനുസരിച്ച് എല്ലാ വിധത്തിലുമുള്ള ലംഘനമാണ് ടീകോം നടത്തിയിട്ടുള്ളത്. ആ വ്യവസ്ഥകളുടെ ലംഘനം നടത്തിയ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റായി ഭൂമി ഏറ്റെടുക്കാൻ കഴിയും. അതിന് മറ്റൊരു നിയമ തടസ്സവുമില്ല. ആ കരാർ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് വ്യവസായ മന്ത്രിയോട് പറയാനുള്ളത്, 100 കണക്കിന് വ്യവസായ സംരംഭകർ ഭൂമിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ഒരു നടപടിയും ഒരു ദിവസം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന നടപടിയാണ്. ഈ കരാർ ലംഘിച്ച, പാട്ടക്കരാർ ലംഘിച്ച സാഹചര്യത്തിൽ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കാം. അപ്പോൾ ആ പാട്ടക്കരാർ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കരാറിൽ, ടീകോമുമായി കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടക്കരാർ റദ്ദാക്കാനും ഈ കരാറുകൾ മുഴുവൻ റദ്ദാക്കാനും ഇതിൻ്റെ അസറ്റുകൾ തിരിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട്. ഈ 2 അവകാശവും നിലനിൽക്കുമ്പോൾ അത് വിനിയോഗിക്കാതെ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെൻറ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. റദ്ദാക്കിയിട്ട് കരാറിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാക്കണം. അതുപോലെ തന്നെയാണ് ബാജി ജോർജിൻ്റെ കാര്യം. ആരാണ് ഈ ബാജി ജോർജ്? ബാജി ജോർജിനെ ഒരു കമ്മിറ്റിയുടെ MD ആയി കഴിഞ്ഞ 3 വർഷമായി ഗവൺമെൻറ് നിലനിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? വേസൈഡ് അമ്യൂണിറ്റീസ് നിർമ്മിക്കാൻ കേരളത്തിൽ എവിടെ, കാസർഗോഡ് മാത്രം ഒരു അല്പ സ്ഥലമെടുത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതല്ലാതെ കേരളത്തിൽ എവിടെയാണ് വേസൈഡ് അമ്യൂണിറ്റീസ് ഉണ്ടാക്കിയത്? ടീകോമിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ച ആളിനെ ഇപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി നിയമിക്കുക വഴി ഗവൺമെൻറ് വലിയൊരു തെറ്റുകൂടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്, ഈ മന്ത്രിസഭാ യോഗ തീരുമാനം തിരുത്തണം. പാട്ടക്കരാർ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റായിട്ട് ഭൂമി തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ച് ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നിലയിൽ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ പോയെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്ത് തർക്കമാണ്? ടീകോമിന് അവർ മുഴുവൻ വ്യവസ്ഥയിൽ ലംഘിച്ച് 90,000 പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തെ കബളിപ്പിച്ചവർ, അവർക്ക് എന്ത് ആർഗ്യുമെൻ്റാണ് ഉള്ളത്? അവരല്ലേ മുഴുവൻ വ്യവസ്ഥയിൽ ലംഘിച്ചത്. അപ്പോൾ വ്യവസ്ഥകൾ ലംഘിച്ച് ഒരു നിർമ്മാണ പ്രവർത്തനവും 13 വർഷക്കാലമായി നടത്താത്ത, തൊഴിലവസരങ്ങൾ കൊടുക്കാത്ത ആ കമ്പനിക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് അല്ലേ? അതൊരു വലിയ അഴിമതിയല്ലേ? അതിനുവേണ്ടി കമ്പനിയുടെ ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന, MD ആയി പ്രവർത്തിച്ചിരുന്ന ബാജി ജോർജിനെ ഇതിൻ്റെ കമ്മിറ്റിയിൽ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അതാണ് എല്ലാം ദുരൂഹമായ സാഹചര്യമെന്ന് ഞാൻ പറഞ്ഞത്.